അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ വർഷം പുതിയൊരു ദിവസം, അപ്പോൾ പുതിയ തുടക്കങ്ങളാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ വളരെയധികം പ്രാധാന്യമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ വർഷം നിങ്ങൾക്കൊരു ലിസ്റ്റിൽ കയറാൻ കഴിയണമെന്ന വാശിയോടുകൂടി, ദിവസവും കറണ്ട് അഫയേഴ്സ് പഠിക്കും എന്ന വാശിയോടുകൂടി ഇന്ന് മുതൽ ആരംഭിക്കുക. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ SCERT പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ടാലന്റിന്റെ അറിവിടം ബുക്ക് തന്നെയാണ്. അതായത് ഇതിനകം തന്നെ ടാലന്റ് അറിവിടം എന്ന് പറയുന്ന പേരിൽ ന്യൂ SCERTക്ക് വേണ്ടിയിട്ട് ഗൈഡുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 എന്നിങ്ങനെ, അതായത് SS-ന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സയൻസിന് വേണ്ടിയിട്ടുമായിട്ട് പാർട്ട് 1 പാർട്ട് 2 എന്നിങ്ങനെയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. 5, 7, 9 ക്ലാസ്സിലെ വിവരങ്ങൾ പാർട്ട് 1, ദെൻ 6, 8, 10 ക്ലാസ്സിലെ വിവരങ്ങൾ പാർട്ട് 2 എന്നിങ്ങനെയാണ്. ദെൻ ചാപ്റ്റർ വൈസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ടീച്ചർ ടെക്സ്റ്റിലെ ഫാക്റ്റുകളുണ്ട്, ലേണിംഗ് റൂം ഫാക്റ്റുകളുണ്ട്, ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. സോ ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് ഈ പുസ്തകം. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ദെൻ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള varanda.talengala.com ഈ പുസ്തകങ്ങൾ ലഭ്യമാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതായത് പരീക്ഷകളിൽ 10, 15, 20 എന്നിങ്ങനെ മാർക്ക് വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷേ റാങ്ക് മേക്കിംഗ് എപ്പോഴും കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. സോ ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സുകൾ അടങ്ങിയ ടാലന്റിന്റെ സ്പെഷ്യൽ എഡിഷൻ ബുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കാരണം ഇനി അങ്ങോട്ട് ഒരുപാട് എക്സാമുകളൊക്കെ വരാനുണ്ട്. നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം. അപ്പോൾ 2024, 25 വർഷത്തെ കണ്ടന്റുകൾ അതിന്റെ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. മുൻവർഷ ചോദ്യങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നു. സോ ഈ പുസ്തകം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള varanda.talengala.com ഈ ബുക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റിലേക്ക് കടക്കാം. ആദ്യം നോക്കാനുള്ളത് ഒരു പുരസ്കാരമാണ്. അതായത് അടുത്തിടെ ഇസ്രായേൽ സമാധാന പുരസ്കാരത്തിന് അർഹനായതാരാണ്? അപ്പോൾ ഇസ്രായേലിന്റെ സമാധാന പുരസ്കാരത്തിന് അടുത്തിടെ അർഹനായ വ്യക്തി ആര് എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപ് ആണ്. കൃത്യമായിട്ട് തന്നെ ഒന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ഈ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്കൻ പ്രസിഡന്റ് ആണ്. അത് മാത്രമാണോ, ഫിഫ ആദ്യമായിട്ടൊരു സമാധാന പുരസ്കാരം നൽകിയല്ലേ, അത് ലഭിച്ചത് മാർക്ക് തന്നെയാണ്, ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപിന് തന്നെയാണ്. അപ്പോൾ 2025 ഫിഫ നൽകിയ സമാധാന പുരസ്കാരവും മാർക്ക് തന്നെയാണ്, ഡൊണാൾഡ് ട്രംപിന് തന്നെയാണ് കിട്ടിയത്. പക്ഷേ ഇദ്ദേഹം വ്യാപകമായിട്ട് അദ്ദേഹത്തിന് സമാധാന നൊബേൽ കിട്ടുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും എന്ത് ചെയ്തില്ല, കിട്ടിയില്ല. പക്ഷേ ഇപ്പോൾ റീസെന്റ് ആയിട്ട് അദ്ദേഹത്തിന് 2 സമാധാന പുരസ്കാരങ്ങൾ അല്ലാതെ കിട്ടി. ഒന്ന് ഫിഫയുടെ സമാധാന പുരസ്കാരമാണ്, മറ്റൊന്ന് ഇസ്രായേലിന്റെ സമാധാന പുരസ്കാരമാണ്. അപ്പോൾ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട 2 നിയമനങ്ങളാണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഒഡീഷയുടെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ്? അപ്പോൾ ഒഡീഷയുടെ പുതിയ ചീഫ് സെക്രട്ടറി എന്ത് ചെയ്തിരിക്കുന്നു, നിയമിതയായിരിക്കുകയാണ്. ഇതൊരു വനിതയാണ്. ദെൻ അവരെന്ന് പറയുന്നത് ആ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ വനിത കൂടിയാണ്. അപ്പോൾ അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ പേര് അനു ഗാർഗ്. എന്താണ്? അനു ഗാർഗ്. അപ്പോൾ ഒഡീഷയുടെ നിലവിലെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് അനു ഗാർഗ് ആണ്. എന്തുകൊണ്ട് ആ പേര് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷയുടെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറിയാണ് ആരെന്ന് പറയുന്നത്, അനു ഗാർഗ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നിയമനം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനായത് ആരാണ്? അപ്പോൾ എന്താണ്? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. 1965 എന്ത് ചെയ്തു, രൂപീകൃതമായി. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 1965 സ്ഥാപിതമായി. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇപ്പൊ എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് നിയമിതനായത് ആരാണ്? അത് രവീന്ദ്ര കുമാർ അഗർവാൾ. ആരാണ്? രവീന്ദ്ര കുമാർ അഗർവാൾ ആണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു പേരൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി മറ്റൊരു നേട്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ്? കാമ്യ കാർത്തികേയൻ. എന്താണ്? കാമ്യ കാർത്തികേയൻ ആണ് ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന് പറയുന്നത്. ഇനി പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്നതിനേക്കാൾ ഉപരി ഈ ഒരു നേട്ടം സ്വന്തമാക്കി ലോകത്തിലെ 2ാമത്തെ പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത്, കാമ്യ കാർത്തികേയൻ എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ജപ്പാനെ മറികടന്ന് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കാര്യമാണ്. അപ്പോൾ ജപ്പാനെ മറികടന്ന് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറി. ദെൻ ഇതിൽ അറിഞ്ഞു വെച്ചേക്കേണ്ട കാര്യം, അതായത് ഇന്ത്യയുടെ GDP എത്ര കടന്നിരിക്കുകയാണ്? $4.18 ലക്ഷം കോടി എന്ത് ചെയ്തിരിക്കുന്നു, കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ GDP എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ $4.18 ലക്ഷം കോടി കഴിഞ്ഞിരിക്കുകയാണ്. സോ അങ്ങനെ ഇന്ത്യ എന്ത് ചെയ്തിരിക്കുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡിഗ്രിക്കാരൊന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നല്ലതായിരിക്കും.
ഇനി ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ആരാണെന്ന് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കി വെച്ചേക്കാം. ഒന്നാം സ്ഥാനത്ത് എല്ലാവർക്കും അറിയാം അമേരിക്കയാണ് കേട്ടോ. അമേരിക്കയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. ദെൻ രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് ചൈനയാണ്. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് അമേരിക്ക, രണ്ടാം സ്ഥാനത്ത് ചൈനയാണ്, ഇന്ത്യ 4ാം സ്ഥാനത്താണ്. ദെൻ കൂടുതൽ അപ്ഡേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോയിന്റ് തന്നെയാണ്. അതായത് റാപ്പിഡ് ചെസ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലെ. 2025 നടന്ന റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മാഗ്നസ് കാൾസൺ ആണ് കിരീടം നേടിയത്. ദെൻ ഇന്ത്യയുടെ അർജുൻ എറഗൈസി 3ാം സ്ഥാനത്ത് എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഇവിടെ അടുത്ത പോയിന്റ് അതുമായി റിലേറ്റ് ചെയ്തുള്ള പോയിന്റ് തന്നെയാണ് 2025 റാപ്പിഡ് ചെസ് പോലെ 2025 ലോക ബ്ലീറ്റ്സ് ചെസ് കിരീടം നേടിയതും ആര് തന്നെ, മാഗ്നസ് കാൾസൺ. അപ്പോൾ മാഗ്നസ് കാൾസൺ എന്ത് ചെയ്തിരിക്കും, 2025 ലോക ബ്ലീറ്റ്സ് ചെസ് കിരീടം നേടിയിരിക്കുകയാണ്. ഈ മാഗ്നസ് കാൾസൺ ഏത് രാജ്യക്കാരനാണെന്ന് അറിയാലോ, നോർവേക്കാരനാണ്. ഓക്കെ, നോർവേക്കാരനാണ് ആരെന്ന് പറയുന്നത്, മാഗ്നസ് കാൾസൺ എന്ന് പറയുന്നത്. സപ്പോസ് മാഗ്നസ് കാൾസൺ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമല്ലോ, ചെസ് ആണ്. ഓക്കെ, ഇതിലും 3ാം സ്ഥാനം ആര് തന്നെയാണ്, അർജുൻ എറഗൈസി തന്നെയാണ്. കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ വനിതകളിൽ ബിബിസാര അസുബയേവ, അതായത് കസാക്കിസ്ഥാന്റെ താരമാണ്. അപ്പോൾ അവരാണ് വനിതകളിൽ 1ാം സ്ഥാനത്ത് വന്നത്. പക്ഷെ ഇവിടെ നമുക്ക് നോക്കി വെക്കാനുള്ള മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. അതായത് അർജുൻ എറഗൈസി നേരത്തെ പറഞ്ഞു റാപ്പിഡ് ചെസ്സിൽ 3ാമത്, അതായത് വെങ്കല മെഡലാണ്. ദെൻ ബ്ലീറ്റ്സ് ചെസ്സിലും നമ്മളിപ്പോൾ പറഞ്ഞു 3ാം സ്ഥാനം, അതായത് വെങ്കല മെഡലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ 2 വിഭാഗത്തിലും മെഡൽ നേടിയ ആദ്യ താരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്, വിശ്വനാഥൻ ആനന്ദിന് ശേഷം 2 വിഭാഗത്തിലും മെഡൽ നേടുന്ന ഇന്ത്യൻ താരമായിട്ട് ആര് മാറി, അർജുൻ എറഗൈസി മാറി. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ നാഷണൽ അത്ലറ്റ്സ് ഫോറത്തിന്റെ വേദി എവിടെയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ നാഷണൽ അത്ലറ്റ്സ് ഫോറത്തിന്റെ വേദി എവിടെയാണ്. അപ്പോൾ അഹമ്മദാബാദ് ആണെന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു കായിക ഭരണ നിർവഹണത്തിൽ എന്ത് ചെയ്യുക, കായിക താരങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, ദെൻ സുതാര്യത ഉറപ്പുവരുത്തുക, കായിക താരങ്ങളുടെ ഉത്തരവാദിത്വം കൂട്ടുക, ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഈ പറയുന്ന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രഥമ നാഷണൽ അത്ലറ്റ്സ് ഫോറം എന്ത് ചെയ്യാൻ പോകുന്നത്, സംഘടിപ്പിക്കാനായിട്ട് പോകുന്നത്. ദെൻ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്ന കായിക താരങ്ങൾ ഭരണനിർവഹണത്തിൽ പങ്കാളിയാവുന്ന തരത്തിൽ ഒരു കാര്യം സംഘടിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ദെൻ ഇവിടെ എന്തായാലും നമ്മൾ പറഞ്ഞു അല്ലേ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റിനെ കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേ പറ്റുള്ളൂ. കാരണം ഒരു മലയാളിയാണ്. ആരാണ്, പി.ടി. ഉഷ അല്ലേ. പി.ടി. ഉഷ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പി.ടി. ഉഷയാണ് നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഈ സ്ഥാനത്തെത്തിയ ആദ്യത്തെ വനിതയാണ്. ദെൻ ഈ സ്ഥാനത്തെത്തിയ ആദ്യത്തെ മലയാളിയാണ്. ഈ 2 പ്രത്യേകതകൾ കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പറഞ്ഞെങ്കിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയും പറയണമല്ലോ അല്ലെ. അത് ക്രിസ്റ്റി കവൻട്രി ആണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ വനിതയാണ്, ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, അതിനൊപ്പം ഒന്ന് കണക്ട് ചെയ്ത് തന്നെ വെച്ചേക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ നാഷണൽ അത്ലറ്റ്സ് ഫോറത്തിന്റെ വേദി എവിടെയാണ്, അഹമ്മദാബാദ് ആണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം, ശരിക്കും പറഞ്ഞൊരു അപ്ഡേഷൻ ആണ് കേട്ടോ. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ. അതായത് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം ആരുടെ പേരിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ പറയേണ്ടത് സോനം യഷെ. ആരാണ്, സോനം യഷെ. അപ്പോൾ ഈ പേര് ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിരിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്കറിയാവുന്ന പ്രധാനപ്പെട്ട എന്താണ് ഇന്റർനാഷണൽ ലെവൽ ടൂർണമെന്റുകളൊക്കെ ഇന്ത്യ, ഇംഗ്ലണ്ട് അങ്ങനെയുള്ള ടെസ്റ്റ് പദവികളുള്ള രാജ്യങ്ങൾ ടൂർണമെന്റുകളൊക്കെ നമ്മൾ കാണാറുള്ളൂ. എന്നാൽ രാജ്യാന്തര മത്സരങ്ങൾ മറ്റു ചിലതും നടക്കാറുണ്ട്. ഈ പറയുന്ന ഭൂട്ടാനും നേപ്പാളും മ്യാൻമറും അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അവരൊക്കെ അന്താരാഷ്ട്ര മത്സരങ്ങൾ തന്നെ കളിക്കുന്നുണ്ട്. അതായത് ക്വാളിഫിക്കേഷൻ മത്സരങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. സോ അതിനിടയിലുള്ള ഏതെങ്കിലും മത്സരത്തിൽ ഇത്തരത്തിലുള്ള എന്താണ് റെക്കോർഡ്സ് ഒക്കെ വരാറുണ്ട്. സോ അത് കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം എന്ന് പറയുന്നത് ആരാണ്, സോനം യഷയാണെന്നുള്ള കാര്യം ഓർക്കുക. ഇദ്ദേഹം ഭൂട്ടാൻ താരമാണ് എന്നുള്ളൊരു കാര്യം കൂടി നോട്ട് ചെയ്യുക. ഭൂട്ടാൻ താരമാണ്. ഇദ്ദേഹം ഏത് ടീമിനെതിരെ നടന്ന മത്സരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മ്യാൻമറിനെതിരെ നടന്ന മത്സരത്തിൽ 8 വിക്കറ്റുകൾ സ്വന്തമാക്കിയാണ് ഈ റെക്കോർഡ് നേടിയത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത നോക്കാനുള്ളത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതായത് അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റും ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആര് എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ദീപ്തി ശർമ്മയാണ്. കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നിലവിൽ അതായത് ഇന്നത്തെ കണക്ക് പ്രകാരമാണ് ഞാൻ പറയുന്നത്. മേ ബി അപ്ഡേഷൻ വരാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. കാരണം മാഗൻസ് കട്ടൊക്കെ ടോപ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇനി വിക്കറ്റ് നേടിക്കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു കണ്ടന്റ് മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ മാറുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ദീപ്തി ശർമ്മയാണ്. പക്ഷെ മാറാത്ത ഒരു ഫാക്ട് ഉണ്ട്. അത് നമുക്കൊന്ന് നോട്ട് ചെയ്ത്
തന്നെ വെക്കണം. അതായത് അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ 150 വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ദീപ്തി ശർമ്മ. അതിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ 150 വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് ആര് തന്നെ? ദീപ്തി ശർമ്മയാണ്. ഈ ഒരു പേര് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. 2025 വനിതാ ഏകദിന ലോകകപ്പ് ഓർമ്മയുണ്ടല്ലോ, അതിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റും ആ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതും ആര് തന്നെയാണ്? ദീപ്തി ശർമ്മ തന്നെയാണ്. മറന്നു പോകരുത്. ഈ വർഷം നടക്കാനിരിക്കുന്ന പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അത് കൃത്യമായിട്ട് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി വീണ്ടും T20യുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ ക്യാപ്റ്റൻ ആരാണ്? അപ്പോൾ മത്സരങ്ങൾ കളിച്ച ക്യാപ്റ്റൻ എന്നല്ല, ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ ക്യാപ്റ്റൻ ആരാണ്? ഹർമൻപ്രീത് കൗർ. ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ്. ഇതും ഞാൻ പറഞ്ഞതുപോലെ തന്നെ മേ ബി ചേഞ്ചസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഈ പറഞ്ഞപ്പോൾ T20 പരമ്പര ഇപ്പോൾ ശ്രീലങ്കയുമായുള്ളത് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ പരമ്പരയിൽ വന്ന റെക്കോർഡുകളുടെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ മേ ബി വേറെ ഏതെങ്കിലും രാജ്യങ്ങളുടെ ഇതുപോലുള്ള ടൂർണമെന്റുകൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് നമ്മൾ കൃത്യമായിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുന്നെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതാണല്ലോ ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഡെയിലി ഉള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു പോകുന്നു. എന്തെങ്കിലും അപ്ഡേഷൻസ് വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. സോ അതുകൊണ്ട് കൃത്യമായിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞത് അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഹർമൻപ്രീത് കൗർ ആണ്. ദെൻ ഹർമൻപ്രീത് കൗറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന സമയത്ത് അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് ഹർമൻപ്രീത് കൗർ ആണ്. ദെൻ പ്രഥമ വുമൻസ് പ്രീമിയർ ലീഗ് കിരീടം നേടിയ മുംബൈ ഇന്ത്യൻസിനെ നയിച്ചു. അതുപോലെ തന്നെ 2025 മുംബൈ ഇന്ത്യൻസ് കിരീടം നേടിയപ്പോൾ ആ ടീമിനെ നയിച്ചിട്ടുണ്ടായിരുന്നു. 2025 വനിതാ ഏകദിന ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ഹർമൻപ്രീത് കൗർ ആണ്. അതായത് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഒരു വനിതാ ലോകകപ്പ് കൊണ്ടുവന്ന ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹർമൻപ്രീത് കൗർ ആണ്. സോ അതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ്. അതായത് 2025 ഡിസംബറിൽ അന്തരിച്ച മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി. ഇപ്പൊ 2025 ഡിസംബറിൽ അന്തരിച്ച മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖാലിദ സിയ. ആരാണ്? ഖാലിദ സിയ ആണ്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പേര് തന്നെയാണ്. കാരണം ഇവരെന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആയിരുന്നു. അപ്പോ ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആയിരുന്ന ഖാലിദ സിയ എന്ത് ചെയ്തു? 2025 ഡിസംബറിൽ അന്തരിച്ചു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഡിസംബർ അവസാനമാണ് അവർ അന്തരിച്ചത്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരെ 2 തവണ ഇവരുടെ ടേം എന്ന് പറയുന്നത് എന്താണ്? 1991 ടു 1996 ഈ ഒരു കാലയളവ്. പിന്നെ 96 കുറച്ച് ദിവസം കൂടെ ഒരു ഭരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2001, 2006 ഈ ഒരു കാലയളവുകളിൽ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ആയിരുന്നു ആരെന്ന് പറയുന്നത്? ഖാലിദ സിയ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ആയിരുന്നു. ബംഗ്ലാദേശിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്. സോ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ചാനലിന്റെ ഏറ്റവും പുതിയ കമ്പനി ബോർഡ് LGS റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങളൊക്കെ ആസ്പദമാക്കി New SCERT ഫാക്ട് ഒക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ഈ റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പിന്നടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talkela.com ഈ പുസ്തകം ലഭ്യമാണ്. കമ്പനി ബോർഡ് LGS പോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും ടാലന്റ് ഡിഗ്രി ലെവൽ റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. 3 വോളിയം ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മുൻവർഷ ചോദ്യങ്ങളും SCERT ഫാക്ടുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഡിഗ്രി എന്ന് മാത്രമല്ല LDക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള LD റാങ്ക് ഫെയിലും CPO പോലുള്ള ഫോഴ്സ് എക്സാമിന് വേണ്ടിയുള്ളവർക്കുള്ള റാങ്ക് ഫെയിലും ഒക്കെ ടാലന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് PSC ആസ്പിരൻസിന് ആവശ്യമായിട്ടുള്ള ബുക്കുകളൊക്കെ ടാലന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. veranda.talkela.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കൂടുതലുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലെ ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞൊരു പുരസ്കാരമാണ്. അടുത്തിടെ ഇസ്രായേലിന്റെ സമാധാന പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ്? ഇത് ഡൊണാൾഡ് ട്രംപ് ആണ്. ഇസ്രായേലിന്റെ സമാധാന പുരസ്കാരം മാത്രമല്ല, ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരവും ആർക്കായിരുന്നു കിട്ടിയത്? ട്രംപിനായിരുന്നു. അതിനുശേഷം പറഞ്ഞു ഒഡീഷയുടെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ്? അനു ഗാർഗാണ്. അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനായത് ആരാണെന്ന് പറഞ്ഞു. ആരാണ്? രവീന്ദ്ര കുമാർ അഗർവാൾ. അതിനുശേഷം പറഞ്ഞ പോയിന്റ് ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണെന്ന് പറഞ്ഞു. കാമ്യ കാർത്തികേയനാണ്. ഇനി ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രായം കുറഞ്ഞ 2ാമത്തെ വനിതയാണെന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ പറഞ്ഞു. അതായത് ജപ്പാനെ മറികടന്ന് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറിയ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. 1ാമത് അമേരിക്കയും 2ാമത് ചൈനയുമാണ്. അതിനുശേഷം പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോയിന്റ് ആണ്. അതായത് 2025 ലോക ബ്ലീഡ്സ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആര് എന്നുള്ളതാണ്? മാഗ്നസ് കാൾസൺ ആണ്. 3ാം സ്ഥാനത്ത് അർജുൻ എർഗൈസി എത്തിയ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി റാപ്പിഡിലാണെങ്കിലും സെയിം തന്നെയാണ്. മാഗ്നസ് കാൾസൺ കിരീടം നേടി. അർജുൻ എർഗൈസി എത്രാം സ്ഥാനത്ത്? 3ാം സ്ഥാനത്ത്. അതിനുശേഷം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ നാഷണൽ അത്ലറ്റ്സ് ഫോറത്തിന്റെ വേദി പറഞ്ഞു. എവിടെയാണ്? അഹമ്മദാബാദ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? PT ഉഷയാണ്. അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? അന്താരാഷ്ട്ര
T20 ക്രിക്കറ്റിൽ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ആരാണെന്ന് പറഞ്ഞു. സോനം യഷയാണെന്ന് പറഞ്ഞു. ഭൂട്ടാൻ താരമാണെന്ന് പറഞ്ഞു. മ്യാൻമറിനെതിരെയാണ് നേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതൊരു അപ്ഡേഷൻ കൂടിയാണ്. അതിനുശേഷം അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാണെന്ന് പറഞ്ഞു. ദീപ്തി ശർമ്മയാണ്. ഞാൻ പറഞ്ഞു ഇതിൽ ചേഞ്ചസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. അതിനുശേഷം അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ ക്യാപ്റ്റനെ പറ്റി പറഞ്ഞു. ഹർമൻപ്രീത് കൗർ ആണ്. ഇതും എന്താണ്, ചേഞ്ചസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു. ഖാലിദ സിയ എന്ന് പറയുന്ന മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി അഥവാ ബംഗ്ലാദേശിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി 2025 ഡിസംബറിൽ അന്തരിച്ച കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ കാലഘട്ടം എന്ന് പറയുന്നതിന് 91, 96, 2001, 2006 കാലയളവുകളിലാണ് ഈ പറയുന്ന ഖാലിദ സിയ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിട്ട് ചുമതല നോക്കിയിരുന്നത്. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2025 നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ്. അപ്പോൾ SK വസന്തൻ, T പത്മനാഭൻ, NS മാധവൻ, സാറ ജോസഫ്. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, പാർവതി അർഗ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലെന്നാണ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ഉത്തരാഖണ്ഡ്. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, അടുത്തിടെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ തുരങ്കം നിലവിൽ വന്നത് എവിടെ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ, ചൈന, റഷ്യ, ഫ്രാൻസ്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് എവിടെയാണ്, നമ്മുടെ ചൈനയിലാണ് എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. രണ്ടാമത്തെ ചോദ്യം, അടുത്തിടെ ഇന്ത്യൻ രാഷ്ട്രപതി സഞ്ചരിച്ച ഫ്രണ്ട് ലൈൻ അന്തർവാഹിനി ഏത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ INS വാഗ്ഷീർ ആണ്. എന്താണ്, അന്തർവാഹിനിയിൽ സഞ്ചരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. ആദ്യം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് APJ അബ്ദുൽ കലാം ആണെന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മളിത് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ജനുവരി 1 പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ തുടക്കത്തിലെ പറഞ്ഞതുപോലെ തന്നെ വളരെ നന്നായിട്ട് മുന്നേറാൻ കഴിയുന്നൊരു വർഷമായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ദിവസവും കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുക, പഠിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.